ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത്. കുറച്ചു നേരമായി നടന്ന കാര്യമാണ്. ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്നതിനോടനുബന്ധിച്ച് നമ്മുടെ ജാൻമണി ദാസ് സംസാരിച്ചിരുന്നു. എന്റെ പൊന്നു, ഒടുക്കത്തെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ അഹങ്കാരം. കോമണേഴ്സിനെയൊക്കെ കഴിഞ്ഞ ദിവസം കാലിലെ ചെരുപ്പിനടിയിലിട്ട് ഞെരിക്കുമെന്ന് പറഞ്ഞ പോലത്തെ തന്നെ ഡയലോഗ് വീണ്ടും അടിച്ചിരിക്കുന്ന ഞാൻ 2006 തൊട്ട് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. എന്റെ ഹൗസ്, എന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിന്റെ വീടൊക്കെ ആ ഒരു സ്റ്റാൻഡേർഡ് നിൽക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് വേണം ഇങ്ങോട്ട് സംസാരിക്കാനും. പിന്നെ ഞാൻ ഈ വഴിയിൽ ചുമ്മാ കണ്ടത് പെറുക്കി നടക്കുന്ന ആളല്ല എന്നുള്ള രീതി, അതായത് ഒരു ലോ ക്ലാസ് അല്ല, തേർഡ് ക്ലാസ് അല്ല, അങ്ങനത്തെ ഒരു വ്യക്തി അല്ല ഞാൻ വളരെ ഹൈ ക്ലാസ് ആണ്. എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം. എനിക്ക് ബിഗ് ബോസ് വരേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവര് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് അതിന്റെ ബാക്കിയായിട്ട് സത്യത്തിൽ പറയാൻ തോന്നിപ്പോവും. അത്രയ്ക്ക് ഉജ്ജ്വലമായ ഒരു പ്രകടനം. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ജാൻമണി ദാസിനെ അവിടെ എല്ലാവർക്കും പേടിയാണ്. ഹൗസിനുള്ളിൽ എല്ലാവർക്കും പേടിയാണ്. അപ്പൊ ഈ വഴി പെറുക്കി നടക്കുന്നെന്ന് പറഞ്ഞ ആരെ ഉദ്ദേശിച്ചെന്ന് ആദ്യമേ പറഞ്ഞത് ഇവിടെ നാടകമാണ് കളിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് നാടകമാണ് കളിക്കുന്നത്. അപ്പൊ തേർഡ് ക്ലാസ് നാടകം എന്ന് ഉദ്ദേശിച്ചത് നോറയെ പറ്റിയാണ്. നോറ ആണ് ഈ തേർഡ് ക്ലാസ് എന്ന് പറയുന്നത്. പിന്നെ ഈ വഴി പെറുക്കി നടക്കെന്ന് പറയുന്നത് നമ്മുടെ രശ്മി ബായിയാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, രശ്മി ബായി പിന്നീട് അതിന് വിശദീകരണം തരുന്നുണ്ട്. പുറത്ത് വെച്ച് രഞ്ജിനി ദാസ് ഉൾപ്പെടെയുള്ള ഏതോ ഒരു ഫംഗ്ഷന് ഇവര് ജാൻമണി ദാസിനെ രശ്മി ബായി അവിടെ വെച്ച് കണ്ടു. ഇവരൊക്കെ അവിടെ VIP ആയിട്ടിരിക്കുന്ന സമയത്ത് രശ്മി ബായി അവിടെ പട്ടിയെ പോലെ പണിയെടുത്തു എന്ന് പറഞ്ഞു. അത് എന്ത് ഷോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. രശ്മി ബായി ഇപ്പൊ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്, ലൈവിൽ പറഞ്ഞ കാര്യം. അപ്പൊ പട്ടിയെ പോലെ പണിയെടുക്കുന്നത് ഈ ജാൻമണി കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഈ ബിഗ് ബോസ് എന്ന ഷോയിൽ വന്നപ്പോ ഇവര് രശ്മി ബായിയോട് എവിടെയോ വെച്ച് കണ്ട ഒരു മുഖം ഉണ്ടല്ലോ, ഓർമ്മ വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ രശ്മി ബായി പറഞ്ഞ് ഇന്ന സ്ഥലത്ത് വെച്ചാൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് രശ്മി ബായി അതിന് പണിയെടുത്തേനെ ഇവര് അഭിനന്ദനം പറഞ്ഞു, അഭിനന്ദിച്ചു. അത്രയും ഹാർഡ് വർക്ക് ചെയ്തേനെ. രശ്മി ബായി ഒരു ടീച്ചറൊക്കെയാണ്, എന്നാലും സംഘാടക വോളണ്ടിയേഴ്സും ഒക്കെ ആയിട്ട് നിന്നിട്ടായിരിക്കാം അതുപോലെ അവിടെ പണിയെടുത്തെന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ അഭിനന്ദനം പറഞ്ഞ ആ സ്ത്രീയാണ് ഇപ്പൊ ഇവിടെ കയറി നിന്നിട്ട് ഇങ്ങനെ താഴേക്കട കോമണറായിട്ട് വല്ലതും പെറുക്കി നടക്കുന്ന ആൾക്കാരല്ല ഞാൻ ഇങ്ങനെ ഹൈ ക്ലാസ് ആന്ന് പറഞ്ഞു. ഈ ഹൈ ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ ഒന്നാമതായിട്ട് ആദ്യമേ നമ്മൾ പറയണ്ടെന്ന് കരുതിയാലും പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഒരു രീതിക്കാണ് ഈ ബിഗ് ബോസ് ഒക്കെ എല്ലാ ഷോയിലും എപ്പോഴും ഇവരിൽ ആരെയും ഒക്കെ. അതേപോലെ തന്നെ ഇവരെല്ലാം ജോലി കൊടുത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് കൂടുതലും പേരും ഇങ്ങനെയുള്ളവരാണ്. ഇങ്ങനെ ഇവരെ പുച്ഛിച്ച് താഴേക്കടയിൽ ഇടണ്ട എന്നുള്ള ഒരു രീതി സമൂഹത്തിന് വന്നതുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാം ഈ കൂടുതലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടും സിനിമയിലായിട്ടും പല വർക്ക് ചെയ്യുന്നതായിട്ടെല്ലാം ഇവർക്ക് തൊഴിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ആ തൊഴിൽ കൊടുത്തിട്ട് ഒരു ട്രാൻസ്ജെൻഡറും ഇങ്ങനെ അഹങ്കാരം പറഞ്ഞായിട്ട് എനിക്ക് തോന്നില്ല. ജാൻമണി ജനിച്ചു വീണപ്പോഴേ ഇത്രയും ഹൈ സ്റ്റാൻഡേർഡിലായിരുന്നു ജീവിച്ചിരുന്നെന്ന് തോന്നുന്നില്ല. ജാൻമണിക്ക് സിനിമയിൽ ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടി, വലിയ സൂപ്പർ സ്റ്റാറിന്റെ ഉൾപ്പെടെ അവസരങ്ങൾ കിട്ടി. സിനിമ വർക്ക് ചെയ്തതിന്റെ പൈസ കിട്ടി. ആ പൈസ കൊണ്ടാണ് ജാൻമണി ഇന്ന് ഈ അവകാശപ്പെടുന്ന സ്റ്റാൻഡേർഡ് ഉണ്ടായത്. ബിസിനസ് ക്ലാസ്സിൽ പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള സ്റ്റാൻഡേർഡിലോട്ട് ജാൻമണി മാറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ വർക്ക് ചെയ്ത. ഒരു സിനിമ എന്ന് പറഞ്ഞാലും എത്ര കോടികൾ വെച്ച് നിർമ്മിച്ചാലും അത് വിജയിക്കുന്നെങ്കിൽ വെറും സാധാരണക്കാരന്റെ വിയർപ്പിന്റെ ഫലമാണ്. ഒരു മീൻകാരനെ പറ്റി പറഞ്ഞത്, മീൻകാരൻ മീൻ വിറ്റ കാശെടുത്തിട്ട് സിനിമ കാണാൻ പോയാൽ മാത്രമാണ് ആ സിനിമ വിജയിക്കുന്നത്. എന്നിട്ട് മീൻകാരനെ പുച്ഛിച്ചിട്ട് കാര്യമില്ല. അതല്ലേ ഇവിടെ ജാൻമണി ചെയ്യുന്നത്. ഇന്ന് മലയാളികളോ ലോകത്തുള്ള ആരാണേലും സിനിമ എടുത്ത് കാണുന്നില്ലെങ്കിൽ സിനിമ ഒരു കാലത്ത് ഇവിടെ നല്ലപോലെ ഈ ബിസിനസ്സേ പൊട്ടിപ്പോയായിരുന്നു. രണ്ടാമത് ഇപ്പോഴാണ് സിനിമാ ബിസിനസ് ഒക്കെ ഒന്ന് വീണ്ടും കയറി വരുന്നത്. അപ്പം വെറും സാധാരണക്കാരന്റെ വിയർപ്പിന്റെ ഫലം തന്നെയാണ് ഇവരെയൊക്കെ ഇത്ര ഹൈ ക്ലാസ് ആയിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നത്. ഇപ്പൊ ആദ്യമല്ല, ഇതിനു മുന്നേ പല പ്രാവശ്യമായിട്ട് ജാൻമണി ഇങ്ങനെ സമൂഹത്തെ പുച്ഛിക്കുന്നുണ്ട്, അതായത് സാധാരണക്കാരനെ പുച്ഛിക്കുന്നുണ്ട്. കോമണറായ രശ്മി ബായി ആയിട്ടാണേലും അല്ലാതെ ആണേലും മുഴുവൻ സംസാരത്തിലുടനീളം പുള്ളിക്കാരത്തി വലിയ സെലിബ്രിറ്റി ആണെന്നും ഇതെന്നാ പുറത്തേക്ക് പോകുന്ന കാര്യമാണെന്നൊരു വിചാരമില്ലാത്ത രീതി ഇങ്ങനെ പുച്ഛിച്ച് സംസാരിക്കുന്നതാണ് കാണുന്നത്. എന്ത് പറഞ്ഞാലും ഇതൊരു ധാർഷ്ട്യം എന്നേ പറയാൻ പറ്റുള്ളൂ. രണ്ടാമത് ആകെ
ഹൗസിൽ എന്തുകൊണ്ടോ ഇവർ ശപിക്കുന്നത് കൊണ്ടോ എന്തുകൊണ്ടോ ഇന്ന് രശ്മി ബായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ജാൻമണി ചേച്ചിയെ പേടിയാകാം, എനിക്കും ശ്രീലയ്ക്കും പേടിയില്ലെന്ന്. ശ്രീലയും പേടിക്കാ പറയാം അവരോട് മറുപടി. രശ്മി ബായി മറുപടി പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ശരണി എന്ന പൊന്നു 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 എന്നും പറഞ്ഞ് വിളിക്കുന്നു. പൊന്നു നിന്നെ ട്രിഗർ ആക്കാൻ നോക്കുന്ന, അങ്ങനെ ആവരുത്, പൊന്നു പൊന്നു എന്ന് പറഞ്ഞ് ഒറ്റയെണ്ണം കൊടുക്കാൻ തോന്നും ശരണ്യയുടെ ആ കൊഞ്ചിക്കൽ കണ്ടാൽ. അങ്ങനെ എല്ലാവരോടും കൊഞ്ചിച്ച് ആദ്യമേ വന്നപ്പോഴേ തലക്കേറ്റി വെച്ച്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഇപ്പൊ എന്താണേലും രശ്മി ബായി പറയുന്നു ഹൗസിലുള്ള കംപ്ലീറ്റ് പേർക്ക് ജാൻമണിയെ പേടിയാണ്. ഇവരെന്തിനു പേടിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ശപിക്കുന്ന ഓർത്താണോ പേടിക്കുന്നറിയില്ല. കാരണം ട്രാൻസ്ജെൻഡറുടെ ശാപം വലിക്കുന്ന എന്തോ ഒരു പേടി എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി എല്ലാവരും ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നേരെ നേരെ വരുന്നില്ല. ഇപ്പൊ നോറയും രശ്മി ബായി അവരുടെ ശത്രുവായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഈ പ്രകടനത്തിന്റെ പിന്നിലെ കാര്യം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.